ജീവനക്കാരുടെ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സ്പാർക്കിലെ വിവരങ്ങൾ ചോർത്തി സന്ദേശമയച്ചെന്ന ഹർജിക്കുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാകുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജിയെന്നും സർക്കാർ വ്യക്തമാക്കി. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി മാറ്റി. ഹർജിക്കാർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള വിശദമായ മറുപടിയാണ് സത്യവാങ്മൂലമായി സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും കുറ്റവിമുക്തരാക്കി കോടതി. മദ്യനയത്തിലെ അഴിമതിയിൽ CBI എടുത്ത കേസിലാണ് ദില്ലി റോസ് അവന്യൂ CBI കോടതിയുടെ നടപടി. തെളിവുകളില്ലാത്ത കേസിൽ ഉൾപ്പെടുത്തിയതിന് CBIയെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ച ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ വിലക്കി NSS നേതൃത്വം. പുഷ്പാർച്ചനയ്ക്കായി മുൻകൂർ അനുമതി വാങ്ങിയില്ലെന്നാണ് NSS നേതൃത്വത്തിന്റെ വിശദീകരണം. CP രാധാകൃഷ്ണൻ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം ഷെഡ്യൂൾ ചീഫ് പ്രോട്ടോകോൾ ഓഫീസ് പുറത്തിറക്കിയിരുന്നു. പോലീസാണ് NSS നേതൃത്വത്തെ സന്ദർശനത്തെ പറ്റി അറിയിച്ചത്. എന്നാൽ നേതൃത്വം അനുമതി നിഷേധിക്കുകയായിരുന്നു. വിവാഹമോചനം ആവശ്യപ്പെട്ട് നടനും TVK നേതാവുമായ വിജയിയുടെ ഭാര്യ സംഗീത കോടതിയെ സമീപിച്ചു. ചെങ്കൽപ്പെട്ട് കോടതിയിലാണ് ഹർജി ഫയൽ ചെയ്തത്. 1999 ഓഗസ്റ്റിലാണ് ഇരുവരും വിവാഹിതരായത്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹമോചന ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതേസമയം വിഷയത്തിൽ വിജയിയോ കുടുംബമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ദിലീപിനെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണമെന്നും പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വിചാരണ കോടതി വിധി സ്വാഭാവിക നീതിയുടെയും ക്രിമിനൽ നടപടികളുടെയും ലംഘനമാണെന്ന് അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാലും പ്രിയദർശനും ഒന്നിക്കുന്ന ഒരു ചിത്രം പുറത്തിറങ്ങി. ആനവണ്ടി മലയാളിയുടെ ജീവിതത്തിൽ സൃഷ്ടിച്ച ഗൃഹാതുരത പ്രമേയമാക്കിയ KSRTCയുടെ പരസ്യ ചിത്രമാണ് പുറത്തിറങ്ങിയത്. KSRTCയിൽ താൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ഓഡിഷനായി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് നടത്തിയ ആനവണ്ടി യാത്രകൾ മോഹൻലാൽ ഓർത്തെടുക്കുന്നതാണ് പ്രമേയം. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയാണ് നടൻ മോഹൻലാൽ. ശബരിമലയിലെ കൊടിമരമാറ്റ കേസിൽ താരങ്ങളായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. സ്വർണം സംഭാവന നൽകിയതിന്റെ വിവരങ്ങളാണ് താരങ്ങളിൽ നിന്ന് വിജിലൻസ് പ്രത്യേക സംഘം ചോദിച്ചറിഞ്ഞത്. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ സമയത്ത് 27 പേരാണ് സ്വർണം നൽകിയതെന്നാണ് രേഖകൾ പറയുന്നത്. എന്നാൽ രേഖകളിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പേർ സ്വർണം നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിവാദമായ ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് തിയേറ്ററിലേക്ക്. സിനിമയുടെ പ്രദർശനം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് സുശ്രുത് ധർമാധികാരി, PV ബാലകൃഷ്ണൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ അടിയന്തരമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. KSU പ്രതിഷേധത്തിനിടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റ മന്ത്രി ICUവിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തത്. കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ റോഡ് മാർഗം മന്ത്രി തലസ്ഥാനത്തേക്ക് തിരിക്കുകയായിരുന്നു. പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ താലിബാൻ ചാവേർ പടയെ സജ്ജമാക്കിയതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ ആക്രമണത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ബക്തർ ന്യൂസ് ഏജൻസി താലിബാന്റെ ചാവേർ പടയുടെ ചിത്രം പുറത്തുവിട്ടിരുന്നു. ചാവേർ പോരാളികളായ സംഘം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പ്രത്യേക യൂണിഫോമും കാർ ബോംബും സഹിതം സജ്ജരായിരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.